കേരള ബാലറ്റിൽ ആദ്യം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുടെ പ്രധാന വാർത്തകൾ. കേരളം വിധിയെഴുതാൻ ഇനി ബാക്കിയുള്ളത് സീറ്റ് വിഭജനം UDFന് കീറാമുട്ടിയാകുന്നു. RSP JDU കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. തങ്ങളുടെ സീറ്റുകൾ കോൺഗ്രസിന് ഏറ്റെടുക്കാമെന്ന് JDU. സീറ്റ് വിഭജനം തിങ്കളാഴ്ച പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ചുരുക്ക പട്ടികയായി സിറ്റിംഗ് MLAമാർ പട്ടികയിൽ. പുതുപ്പള്ളിയിലും ഹരിപ്പാടും അരുവിക്കരയിലും മാനന്തവാടിയിലും ഒരു പേര് മാത്രം. ഹൈക്കമാൻഡുമായുള്ള ചർച്ച 28-ന്. കൊല്ലത്ത് മുകേഷിന്റെയും ആറന്മുളയിൽ വീണ ജോർജിന്റെയും സ്ഥാനാർത്ഥിത്വത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം. അഴീക്കോട് നികേഷ് കുമാർ ഇടതു സ്ഥാനാർത്ഥിയാകും. തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് CM ദിനേശ് മണി. VS സുനിൽകുമാറിനെ വീണ്ടും മത്സരിപ്പിക്കാൻ CPI. തൃശൂർ ജില്ലാ കൌൺസിൽ തീരുമാനം. നാട്ടികയിൽ ഗീതാ ഗോപി തുടരും. തൃശൂരിൽ KP രാജേന്ദ്രനെയും ഒല്ലൂരിൽ K രാജനും സാധ്യതാ പട്ടികയിൽ. കേരള ബാലറ്റിൽ വിശദമായ വാർത്തകളിലേക്ക് വരാം. JDU കോൺഗ്രസ് സീറ്റ് ചർച്ച അലസി. ഒരു സീറ്റും മാറ്റി നൽകാനാവില്ലെന്ന കോൺഗ്രസ് നിലപാടാണ് ചർച്ച വഴിമുട്ടിച്ചത്. എന്നാൽ 7 സീറ്റും കോൺഗ്രസ് എടുത്തോളൂവെന്ന് JDU പ്രതികരിച്ചു. RSPയുമായുള്ള ചർച്ചയിലും തീരുമാനമായില്ല. സീറ്റ് ചർച്ച തിങ്കളാഴ്ചയോടുകൂടി പൂർത്തീകരിക്കാൻ ധാരണയായി. മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ നേരത്തെ തന്നെ ധാരണയായ JDUമായുള്ള പ്രധാന ചർച്ച തിരുക്കൊച്ചി മേഖലയിലെ മത്സര സാധ്യതയുള്ള സീറ്റായിരുന്നു. JDU ആവശ്യപ്പെട്ട കായംകുളം നൽകിയില്ലെങ്കിലും മറ്റൊരു സീറ്റ് ആകാമെന്ന സൂചന കോൺഗ്രസ് കഴിഞ്ഞ ചർച്ചയിൽ നൽകിയിരുന്നു. എന്നാൽ ഒരു സീറ്റും മാറ്റി നൽകാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് എടുത്തതോടെ JDU പ്രതിഷേധിച്ചു. എന്നാൽ പിന്നെ 7 സീറ്റുകളും കോൺഗ്രസിനെ എടുത്തോളൂ എന്നായി JDU. ഇനി ചർച്ചയ്ക്കില്ലെന്നും JDU പറഞ്ഞു. തുടർന്ന് ഡൽഹിയിൽ വെച്ച് അന്തിമ ചർച്ച നടത്താമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. പൂർത്തിയായിട്ടില്ല. RSPയുമായുള്ള ചർച്ചയിൽ സീറ്റുകളുടെ എണ്ണത്തേക്കാൾ സീറ്റുകൾ ഏതെന്ന കാര്യത്തിലാണ് തർക്കം. അരുവിക്കരയ്ക്ക് പകരം ആറ്റിങ്ങൽ നൽകാമെന്ന് കോൺഗ്രസ് പറഞ്ഞെങ്കിലും RSPക്ക് അത് സ്വീകാര്യമല്ല. മലബാർ മേഖലയിൽ നൽകാനുള്ള സീറ്റിന്റെ കാര്യത്തിലും ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. RSPയുമായി തിങ്കളാഴ്ച ചർച്ച നടന്നേക്കും. കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങളുമായി തിങ്കളാഴ്ചയാണ് ചർച്ച. ലീഗുമായി ഫോണിൽ ചർച്ച നടത്തി ധാരണയിലെത്തും. മീഡിയ 1 തിരുവനന്തപുരം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് അന്തിമ രൂപമായി. 4 മണ്ഡലങ്ങളിൽ ഒരു പേര് മാത്രം ഉൾപ്പെടുത്തിയ ലിസ്റ്റിൽ എല്ലാ സിറ്റിംഗ് MLAമാരും ഇടം പിടിച്ചു. സാധ്യതാ പട്ടികയുമായി 28-ന് നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. ഇന്ന് ചേർന്ന KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് തീരുമാനം. ചില മണ്ഡലങ്ങളിൽ ഒറ്റ പേരുമുണ്ട്. എന്നാൽ പല മണ്ഡലങ്ങളിൽ 3, 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേരുകളും വരുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വേണ്ടി അയക്കണം എന്നുള്ളതാണ് പൊതുവായി വന്നിട്ടുള്ള ധാരണ. വോട്ടെടുപ്പിലേക്കുള്ള ദിനങ്ങൾ കുറഞ്ഞു വരുമ്പോഴും UDFനകത്ത് സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട തർക്കം കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. JDUമായി ഇന്ന് കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒപ്പം RSPയുമായുള്ള സീറ്റ് ചർച്ചയിലും ധാരണ എത്താനായിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, എന്തൊക്കെ വിഷയങ്ങളിൽ ഉടക്കിയാണ് ഇന്ന് JDUമായുള്ള സീറ്റ് ചർച്ച അലസിപ്പിരിഞ്ഞത്? സൈഫുദ്ദീൻ, JDUമായിട്ടുള്ള സീറ്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായതാണ്. 7 സീറ്റുകൾ. ഇതിൽ മട്ടന്നൂർ, എലത്തൂർ, നേമം തുടങ്ങി CPM നിരന്തരമായി ജയിക്കുന്ന അല്ലെങ്കിൽ വലിയ മാർജിനിൽ ജയിക്കുന്ന സീറ്റുകളിൽ മാറി ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും മത്സര സാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന് അവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കായംകുളം സീറ്റിനായിരുന്നു അവർ ആവശ്യപ്പെട്ടതെങ്കിലും വേറൊരു സീറ്റ് ലഭിക്കുമെന്ന സൂചന കഴിഞ്ഞ ചർച്ചയിൽ അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഒരു സീറ്റും വെച്ചു മാറാൻ കഴിയില്ല എന്ന കർക്കശമായ നിലപാട് കോൺഗ്രസ് എടുത്തുകൂടിയാണ് JDS ഒരു പ്രതിസന്ധിയിൽ രൂപപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാ സീറ്റുകളും കോൺഗ്രസ് എടുത്തുള്ളൂ എന്നൊരു നിലപാട് ഒരു ഘട്ടത്തിൽ JDU പറയുന്ന ഒരു സാഹചര്യം എത്തി. ഇനി തങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് വരെ എത്തി. തുടർന്നാണ് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ നമുക്കൊരു തീരുമാനമെടുക്കാവുന്ന ഒരു ധാരണയിലൂടെ ഇന്ന് പിരിഞ്ഞത്. ഇതിൽ JDUവിന് കടുത്ത അസംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ചർച്ച നടക്കുക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. RSP സംബന്ധിച്ചോളം സീറ്റുകളുടെ എണ്ണത്തിലും സീറ്റുകൾ ഏതെന്ന കാര്യത്തിലും ചർച്ചയുണ്ട്. ഇതിൽ 5 സീറ്റ് മതി എന്നാണ് കോൺഗ്രസിന്റെ ഒരു ധാരണ. എന്നാൽ 6 സീറ്റ് വേണമെന്ന കാര്യത്തിൽ RSP ഉറച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ ഒരുപക്ഷെ അവർ ഒരു വിട്ടുവീഴ്ച ചെയ്തിരിക്കും. അതേസമയം അരുവിക്കരയ്ക്ക് പകരം ലഭിക്കാവുന്ന സീറ്റ്, അതുപോലെ തന്നെ മലബാർ മേഖലയിലെ സീറ്റ് എന്നിവയുടെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ചയ്ക്കില്ല. എന്തായാലും അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6:30 അവർ മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ എന്തെങ്കിലും കടുത്ത നിലപാടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെ അറിയിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു.
മാണി വിഭാഗവുമായിട്ടും ജേക്കബ് വിഭാഗവുമായിട്ടും ചർച്ച തിങ്കളാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഡൽഹിയിലേക്ക് പോകാൻ. മുസ്ലിം ലീഗുമായിട്ട് ചർച്ച, ഇനി ഔദ്യോഗികമായ ചർച്ചകളില്ല. ഫോൺ വഴി സംഭാഷണത്തിലൂടെ ഇക്കാര്യത്തിൽ ധാരണ എത്തിച്ചേരാൻ കഴിയുമെന്നും കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നു. എന്തായാലും അധിക സീറ്റൊന്നും കോൺഗ്രസ് മറ്റ് കക്ഷികൾക്ക് നൽകാനാവില്ല എന്ന നിലപാട് തന്നെയാണ് പ്രധാനമായും സീറ്റ് ചർച്ചകളെ പ്രതിസന്ധിയായി മാറുന്നത്. അത് എത്രത്തോളം പരിഹരിക്കാൻ കഴിയുമെന്നത് തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ഡൽഹിയിലേക്ക് പോകാനുള്ള നടപടികൾ അവർ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള മുഴുവൻ ചർച്ചകളും പൂർത്തിയായിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും 82 മണ്ഡലം, കഴിഞ്ഞ തവണ മത്സരിച്ച 82 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപം ഇവിടെ നൽകി. സാധ്യതാ ലിസ്റ്റിന് അന്തിമ രൂപം നൽകി. എല്ലാ MLA-മാരുടെയും മത്സരത്തിൽ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ TN പ്രതാപൻ, ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള എല്ലാ MLA-മാരുടെയും പേര് അതിലുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡായിരിക്കും എടുക്കുക. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, അരുവിക്കരയിൽ KS ശബരിനാഥൻ, മാനന്തവാടിയിൽ PK ജയലക്ഷ്മി എന്നിവരാണ് എതിരില്ലാതെ അല്ലെങ്കിൽ ഒറ്റ പേര് മാത്രമുള്ള സ്ഥാനാർത്ഥികൾ. ബാക്കി എല്ലാവരുടെയും പേര്, എല്ലാ MLA-മാരുടെയും കൂടെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുണ്ട്. എന്തായാലും ഡൽഹി നടക്കുന്ന ചർച്ചകളിലൂടെ ഈ മാസം 30-നോടുകൂടി അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സൈഫുദ്ദീൻ. അങ്ങനെയൊക്കെയാണ് UDF-ലെയും കോൺഗ്രസിനകത്തെയും കാര്യങ്ങൾ. JD-യുമായുള്ള സീറ്റ് ധാരണയ്ക്ക് വേണ്ടിയുള്ള ചർച്ച ഇന്ന് അലസിപ്പിരിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. RSP-യുമായുള്ള സീറ്റ് ചർച്ചയിലും ധാരണയായില്ല. അതേസമയം ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ചകളിൽ ഒരു ധാരണയിലെത്തിയതിനു ശേഷം വേണം കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിലപാടും അവസാന തീരുമാനവും എടുക്കാൻ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്പം കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കണമെന്ന കാര്യത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചില നിർണായക തീരുമാനങ്ങൾ എടുത്തു എന്നാണ് വിവരം. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മാധ്യമപ്രവർത്തകരായ നികേഷ് കുമാറും വീണ ജോർജും മത്സരിക്കുമൊപ്പം കൊല്ലത്ത് മുകേഷും മത്സരിക്കും. പ്രാദേശിക തലത്തിലുള്ള എതിർപ്പുകൾ തള്ളിക്കൊണ്ടാണ് കൊല്ലത്ത് നടൻ മുകേഷിന്റെയും ആറന്മുളയിൽ മാധ്യമപ്രവർത്തക വീണ ജോർജിന്റെയും സ്ഥാനാർത്ഥിത്വത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ അംഗീകാരം നൽകിയത്. ഇരുവരെയും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ നേരത്തെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് രൂക്ഷമായ എതിർപ്പുയർന്നിരുന്നു. അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാനും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായി. നികേഷ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമോ സ്വതന്ത്രനായി മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്നോ തൃപ്പൂണിത്തുറയിൽ നിന്നോ ആകും സ്വരാജ് മത്സരിക്കുക. തർക്കമുണ്ടായിരുന്ന ചെങ്ങന്നൂരിൽ KK രാമചന്ദ്രൻ നായരുടെയും കായംകുളത്ത് U പ്രതിഭാഹരിയുടെയും പേരുകളാണ് ജില്ലാ കമ്മിറ്റി ഒടുവിൽ നിർദ്ദേശിച്ചത്. ഇതും സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതായാണ് സൂചന. INL-ൽ നിന്ന് കൂത്തുപറമ്പ് സീറ്റ് ഏറ്റെടുക്കാനും CPM തീരുമാനിച്ചു. പകരം കോഴിക്കോട് സൌത്ത് മണ്ഡലം INL-ന് നൽകും. പാർട്ടി മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അവസാന തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഘടകകക്ഷികളുമായി വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പിന്നീട് നടത്താനാണ് നേതൃത്വത്തിന്റെ ആലോചന. മീഡിയ 1 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നും K സജീഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജീഷ്, നികേഷ് കുമാറിന്റെയും വീണ ജോർജിന്റെയും ഒപ്പം മുകേഷിന്റെയും കാര്യത്തിൽ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ മുന്നോട്ടു പോകാം എന്ന ധാരണയിലാണോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കൊല്ലത്ത് നടൻ മുകേഷിന്റെയും ആറന്മുളയിൽ മാധ്യമപ്രവർത്തക വീണ ജോർജിന്റെയും അഴീക്കോട് മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെയും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ കൊല്ലത്ത് നടൻ മുകേഷിന്റെയും വീണ ജോർജിന്റെയും സ്ഥാനാർത്ഥിനെതിരെ മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും വിവിധ മണ്ഡലം കമ്മിറ്റികളിലും പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നത്. അഴീക്കോട് MV നികേഷ് കുമാർ മത്സരിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട്. നികേഷ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട്. ഇത് നികേഷുമായി തന്നെ ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കാമെന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ പാർട്ടി മത്സരിക്കുന്ന 90-ലേറെ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 85ഓളം മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെ ചേർന്ന സെക്രട്ടറിയിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം INL-ൽ നിന്ന് കൂത്തുപറമ്പ് മണ്ഡലം തിരിച്ചെടുക്കുക എന്നതാണ്. INL-ന് പകരമായിട്ട് കോഴിക്കോട് സൌത്ത് മണ്ഡലം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ആലപ്പുഴയിൽ നേരത്തെ തർക്കമുണ്ടായിരുന്ന ചെങ്ങന്നൂർ കായംകുളം മണ്ഡലങ്ങളെ സംബന്ധിച്ച തീരുമാനവും സെക്രട്ടേറിയറ്റ് എടുത്തതാണ് സൂചന. ഇവിടങ്ങളിൽ കായംകുളത്ത് U പ്രതിഭാഹരിയുടെയും ഒപ്പം തന്നെ ചെങ്ങന്നൂരിൽ KK രാമചന്ദ്രൻ നായരുടെയും സ്ഥാനാർത്ഥിത്വമായിരുന്നു ജില്ലാ കമ്മിറ്റി നൽകിയ ഏറ്റവും ഒടുവിലത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിൽക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനില്ല എന്ന് CM ദിനേശ് മണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പകരം ആരെ നിൽക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിൽക്കുന്നുണ്ട്. തൃക്കാക്കരയിലും ഒരുപക്ഷെ സെബാസ്റ്റ്യൻ
പോളിന്റെ സ്ഥാനാർത്ഥിത്വ കാര്യം ഒരു പുനരാലോചനയ്ക്ക് സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. മറ്റു മണ്ഡലങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട്. അതിന് അന്തിമ അംഗീകാരം നൽകലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ളത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജിനെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലോ തൃപ്പൂണിത്തുറയിലോ ആയിരിക്കും സ്വരാജിനെ മത്സരിപ്പിക്കുക. ഏതാണ് മണ്ഡലം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സജീഷ്, CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏകദേശ ധാരണയിൽ എത്തിക്കഴിഞ്ഞു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അഴീക്കോട് മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ മത്സരിക്കും, ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കും, കൊല്ലത്ത് നടൻ മുകേഷും മത്സരിക്കും എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതേസമയം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് CM ദിനേശ് മണി CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായി സൂചന. ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശമുയർന്ന പശ്ചാത്തലത്തിലാണിത്. ഏറെ നാൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പി രാജീവിന് പകരം CM ദിനേശ് മണിയെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. എന്നാൽ ഇത് വിശദീകരിക്കാനായി ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ദിനേശ് മണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അടുപ്പക്കാർ പോലും എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് പിന്മാറാൻ ദിനേശ് മണി തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ട തനിക്കെതിരെ എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ മത്സരിച്ചാൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടേക്കാമെന്ന ആശങ്കയാണ് ദിനേശ് മണി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഉദയംപേരൂരിലെ VS പക്ഷ നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ചുക്കാൻ പിടിച്ചത് ദിനേശ് മണിയാണെന്ന പൊതുവികാരവും മണ്ഡലത്തിലുണ്ട്. മണ്ഡലം കമ്മിറ്റി യോഗത്തിന് പിന്നാലെ ദിനേശ് മണിക്കെതിരെ മണ്ഡലത്തിൽ പോസ്റ്ററുകളും ലഘുലേഖകളും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത ദിനേശ് മണി ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന സെക്രട്ടറിയെയും അറിയിച്ചത്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി. കേരള ബാലറ്റിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വർത്തമാനങ്ങളും ഇനിയുമുണ്ട്. തിരികെ എത്താം വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.